My name is Jubin from Sign Overseas Education. +2 കഴിഞ്ഞതിന് ശേഷം അബ്രോഡ് സ്റ്റഡിക്ക് നോക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കോഴ്സുകളാണ്, എന്താണ് അത് ഒരു അബ്രോഡ് സ്റ്റഡി ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്, സ്കോളർഷിപ്പ് എന്തൊക്കെയാണ് കിട്ടുക, അതിന് ബെസ്റ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള ഏതാനും ടോപ്പിക്സാണ് ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. +2 കഴിഞ്ഞതിന് ശേഷം അബ്രോഡ് സ്റ്റഡിക്ക് പോകുന്നത് ഇല്ലെങ്കിൽ വിടുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് ഒരുപാട് പേരൻസ് നമ്മൾ വിളിക്കാറുണ്ട്, ഇല്ലെങ്കിൽ കമൻറ്റ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു അബ്രോഡ് സ്റ്റഡിക്ക് +2വിന് ശേഷം വിടുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികളെ സംബന്ധിച്ചോളം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പ്രോബ്ലം സോൾവിങ് സ്കില്ല് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ലൈഫ് ടൈം സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു +2 കഴിഞ്ഞിട്ടൊരു അബ്രോഡ് സ്റ്റഡിക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് കിട്ടുന്ന കുറേ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അബ്രോഡ് സ്റ്റഡിക്ക് ആദ്യമായിട്ട് വേണ്ട ഒരു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് സ്ട്രോങ് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. അതിനുവേണ്ടി 9th, 10th, 11 and 12 ഈ സ്റ്റാൻഡേർഡുകളിലെ ഈ ക്ലാസ്സുകളിലെ അവരുടെ അക്കാഡമിക് സ്കോറുകൾ അവർ തീർച്ചയായും യൂണിവേഴ്സിറ്റികൾ ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. അത് ഓരോ രാജ്യത്തിനും അനുസരിച്ച് ഡിപ്പെൻഡ് ആയിരിക്കും. അതുപോലെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ലാംഗ്വേജ് എബിലിറ്റിയാണ്. IELTS പോലുള്ള ലാംഗ്വേജുകൾ ഇല്ലെങ്കിൽ അതിൻ്റെ റിക്വയർഡ് സ്കോർ നമ്മൾ ഏൺ ചെയ്യേണ്ടി വരും. ഇതാണ് ഒരു അബ്രോഡ് സ്റ്റഡിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ +2വിന് ശേഷം അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ട മെയിനായിട്ടുള്ള 2 റിക്വയർമെൻറ്റ്. +2 കഴിഞ്ഞവർ മെയിനായിട്ട് എടുക്കുന്ന ഏതാനും കോഴ്സുകൾ എന്ന് പറയുന്നത് ഡിപ്ലോമ കോഴ്സുകൾ, ബാച്ചിലർ ഡിഗ്രി, അതുപോലെ ബാച്ചിലർ ഡിഗ്രി വിത്ത് ഓണേഴ്സ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളാണ് മെയിൻലി സജസ്റ്റ് ചെയ്യുന്ന ഏതാനും കോഴ്സുകൾ എന്ന് പറയുന്നത്. ഇതിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഓരോ വിഷയം കഴിഞ്ഞവരും എടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇനി +2വിൽ ബയോസയൻസ് എടുത്തവർക്ക്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ കോഴ്സുകൾ എടുത്തവർക്ക് ചെയ്യാൻ പറ്റിയ ബാച്ചിലർ ഡിഗ്രി എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് മെഡിസിൻ, ബാച്ചിലർ ഓഫ് നഴ്സിംഗ്, ഫാർമസി അതുപോലെയുള്ള കോഴ്സുകൾ നമുക്ക് പല യൂണിവേഴ്സിറ്റികളിലും, അതായത് പുറത്ത് UK, കാനഡ, ന്യൂസിലൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. വളരെ സ്കോപ്പുള്ള ഏതാനും കോഴ്സുകളാണ് ഈ പറഞ്ഞതെല്ലാം. ഇനി കമ്പ്യൂട്ടർ സയൻസ് +2വിൽ മെയിനായിട്ട് എടുത്തവർക്ക്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ വിഷയങ്ങളെടുത്ത് +2വിൽ പാസ്സായവർക്ക് പറ്റിയ ഏതാനും കോഴ്സുകൾ, ബാച്ചിലർ കോഴ്സ് എന്ന് പറഞ്ഞാൽ എൻജിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, പൈലറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബാച്ചിലർ കോഴ്സുകൾ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ തുടങ്ങിയവയെല്ലാം എടുക്കാൻ പറ്റുന്ന ഏതാനും നല്ല ഓപ്ഷൻസാണ്. +2വിന് കൊമേഴ്സാണ് മെയിൻ വിഷയമായിട്ട് എടുത്തതെങ്കിൽ അവർക്ക് പറ്റിയ ബാച്ചിലർ ഡിഗ്രി എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്, മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, അതുപോലെ ലോ, ഇൻ്റർനാഷണൽ ബിസിനസ് തുടങ്ങിയിട്ടുള്ള ഏതാനും കോഴ്സുകൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അവർക്ക് ഏറ്റവും നല്ല കോഴ്സുകൾ ഇല്ലെങ്കിൽ നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതുപോലുള്ള കോഴ്സുകൾ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ആർട്സാണ് മെയിനായിട്ട് +2വിന് എടുത്ത് പഠിച്ചവർക്ക് പഠിക്കാൻ പറ്റിയ നല്ല കോഴ്സുകൾ എന്ന് പറയുന്നത് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ലോ, അങ്ങനെയുള്ള വളരെയധികം കോഴ്സുകൾ, സോഷ്യൽ വർക്ക് തുടങ്ങിയിട്ടുള്ള നല്ല കോഴ്സുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഇതിലേതെങ്കിലും ഒരു കോഴ്സിൻ്റെ ഒരു ബാച്ചിലർ ഡിഗ്രി എടുക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ ഇത്രയും പോപ്പുലർ ആകുവാൻ കാരണം തീർച്ചയായും ഈ ജോബിന് പറഞ്ഞ രാജ്യങ്ങളിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ PR അസിസ്റ്റൻസും തന്നെയാണ്. ഇവിടെ നിന്ന് പോകുന്ന ഒരുപാട് കുട്ടികൾക്ക് ഇല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പോയിരിക്കുന്ന കുട്ടികൾക്ക് അവിടെ ഒരു ജോബ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും അതുപോലെ PR കിട്ടുവാനും ഒരുപാട് ഹെൽപ്ഫുള്ളായ കോഴ്സാണ് ഈ പറഞ്ഞ പോപ്പുലർ ആയിട്ടുള്ള കോഴ്സുകൾ. ഇതല്ലാണ്ട് റെയർ ആയിട്ടുള്ള ഇല്ലെങ്കിൽ ഒരുപാട് പോപ്പുലർ അല്ലാത്ത കുറേ കോഴ്സുകളും ഇന്ന് അവൈലബിൾ ആണ്. അടുത്തത് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇല്ലെങ്കിൽ സ്റ്റുഡൻസ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കൺട്രികൾ ഇല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന കൺട്രികൾ എന്ന് പറയുന്നത് US, കാനഡ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, UK, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളാണ്. കാരണം ഈ പറയുന്ന രാജ്യങ്ങളിലെ എഡ്യൂക്കേഷൻ സിസ്റ്റവും അതുപോലെ അവിടുത്തെ PR അസിസ്റ്റൻസ് തുടങ്ങിയിട്ടുള്ള ഏതാനും ഘടകങ്ങൾ തന്നെയാണ് ഈ ഡെസ്റ്റിനേഷനിലെല്ലാം പോപ്പുലർ ആകുവാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. പല രാജ്യങ്ങളും
ഇത്തരം പല കോഴ്സുകൾക്കും സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ട് പല കാറ്റഗറി ഓഫ് സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. അതിലൊന്ന് പറയുന്നത് മെറിറ്റ് ബേസ്ഡ് ആണ്, അതായത് അക്കാഡമിക്കൽ ക്വാളിറ്റീൻ്റെ അനുസരിച്ച് സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. അതുപോലെ സ്പോർട്സ് ബേസ്ഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകളുണ്ട്. ഡെസ്റ്റിനേഷൻ ചില രാജ്യങ്ങൾ മാത്രമായിട്ട്, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള അല്ലെങ്കിൽ കോമൺവെൽത്ത് തുടങ്ങിയിട്ടുള്ള കോമൺവെൽത്ത് സ്കോളർഷിപ്പ് പോലെയുള്ള സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്. അതുപോലെ സം നീഡ്സിനനുസരിച്ച്, അതായത് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചുള്ള സ്കോളർഷിപ്പുകൾ, ഇങ്ങനെ അനേകം സ്കോളർഷിപ്പുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിന് തീർച്ചയായും ചോദിക്കാൻ പറ്റുന്ന ഏതാനും പ്രോഗ്രാംസാണ് ഈ കോഴ്സിന് സ്കോളർഷിപ്പ് ഈ രാജ്യത്ത് അവൈലബിൾ ആണോ എന്നുള്ളത്. തീർച്ചയായും ഒരു നല്ല ഒരു ഏജൻസി നിങ്ങളെ അതിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ജസ്റ്റ് സൈനിങ് ഓഫ്. ബൈ.